ഇല്ലാത്തവരെന്ന് പറഞ്ഞാലല്ല, ഉള്ളവരാണ് എന്ന് തോന്നുന്ന ഇല്ലാത്തവർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് കണ്ടാൽ ഉള്ളവരെ പോലെ പക്ഷെ ഇല്ല, അങ്ങനത്തെവരെ തേടിപ്പിടിച്ച് കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കാറുണ്ട്. ഈ വർഷവും കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ സഹായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം പറഞ്ഞപ്പോ പാവപ്പെട്ടവർക്ക് നാം നൽകുന്ന ഭക്ഷണ കിറ്റ് നോമ്പിന് ഉപകരിക്കാനുള്ളതാണ്. നോമ്പ് തുറക്കുമ്പോ നമ്മൾ കഴിക്കുന്ന പത്തി, നമ്മൾ കഴിക്കുന്ന കറിയിലുള്ള മുളക്, മല്ലി, നമ്മൾ കഴിക്കുന്ന ശുദ്ധമായ നല്ല സുഭിക്ഷമായ കറി, ആ കറിക്ക് ചേരുവ ചേർക്കേണ്ട മുഴുവൻ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊടുക്കുക. അൽഹംദുലില്ലാഹ് അല്ലേ? നമ്മൾ പാൽപ്പൊടി പാലൊഴിച്ചിട്ടാണ് ചായ കുടിക്കുന്നെങ്കിൽ കുറച്ച് പാൽപ്പൊടി വാങ്ങിക്കൊടുക്കണം. നമ്മൾ നല്ല മധുരമുള്ള ചായ കുടിക്കുമ്പോ നല്ല മധുരം അവർക്കും വാങ്ങിക്കൊടുക്കണം. അവരും നല്ല മധുരമുള്ള ചായ കുടിക്കട്ടെ, അവരും നല്ല ഭക്ഷണം കഴിക്കട്ടെ, നല്ല പത്തിരി തിന്നട്ടെ, നല്ല ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കട്ടെ. നമ്മളൊക്കെ നല്ല നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കുമ്പോ ആ സഹോദരിമാരും നല്ല നിസ്കാരക്കുപ്പായമിട്ട് മുസല്ലയിൽ നിസ്കരിക്കട്ടെ. നാമൊക്കെ പൊട്ടിപ്പൊളിയാത്ത നല്ല ഖുർആൻ ഓതുമ്പോ അവർ നല്ല ഖുർആൻ കൊണ്ട് മുസാഫ് കൊണ്ട് മുസാഫിൽ നോക്കി ഖുർആൻ ഓതട്ടെ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് അവര് അതാ സുബ്ഹാനല്ലാഹ്, എന്നിട്ടതാ അവര് ആ നിസ്കാരക്കുപ്പായമിട്ടിട്ട് അവരെ പറയുന്നു, റബ്ബേ ഈ വർഷത്തെ നോമ്പിനുള്ള സാധനങ്ങൾ എത്തിച്ചു തന്ന സുബ്ഹാനല്ലാഹ് പ്രവർത്തകന്മാർ, അവർക്ക് ഞങ്ങൾക്ക് തരാൻ വേണ്ടി കൊടുത്ത ആളുകൾ അവരെ ഒരു സ്ഥലത്തും കൊടുക്കരുത് അല്ലാഹ്, പ്രയാസപ്പെടുത്തരുത് അല്ലാഹ് എന്ന് ദുആ ചെയ്യുമ്പോ മലക്കുകൾ ആമീൻ പറയുന്നു. റബ്ബ് അതാത് സ്വീകരിക്കുന്നു. പാവപ്പെട്ടവന്റെ കണ്ണുനീർ, പാവപ്പെട്ടവന്റെ ഗദ്ഗദം, പാവപ്പെട്ടവന്റെ സങ്കടം, പാവപ്പെട്ടവന്റെ അതാ സുബ്ഹാനല്ലാഹ് സങ്കടത്തിന്റെ കണ്ണുനീർ, ആ സന്തോഷത്തിന്റെ പ്രാർത്ഥന, അത് അല്ലാഹു തആല സ്വീകരിക്കാതിരിക്കില്ല. ഒരുപാട് ആളുകൾ കിറ്റ് ഏറ്റവരുണ്ട്, തരാമെന്ന് പറഞ്ഞവരുണ്ട്, നിസ്കാരക്കുപ്പായം തരാമെന്ന് പറഞ്ഞവരുണ്ട്, തന്നവരുണ്ട്, ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞവരുണ്ട്, തന്നവരുണ്ട്. തരാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് പത്രത്തിൽ ഫോട്ടോ വരാനല്ല, ഇത് യൂട്യൂബിൽ ഫോട്ടോ വന്ന് പ്രചരിപ്പിക്കാനല്ല, ഇത് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനാണ്. മുഅ്മിനേ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ് 30ഉം 50ഉം 100ഉം കിറ്റുകൾ ഏറ്റവരുണ്ട്, നിസ്കാരക്കുപ്പായങ്ങൾ ഏറ്റവരുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷിക്കട്ടെ. ഒരു ജോലിയിലൊക്കെ അല്ലാഹു തആല വലിയ ഉയർച്ചയും വളർച്ചയും പവറും നൽകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങളൊക്കെ പാവപ്പെട്ടവനോടൊപ്പം ചേർന്ന് നമ്മളൊക്കെ വീട്ടിൽ നല്ല ഭക്ഷണ പത്തിരിയും കറിയൊക്കെ കഴിക്കുമ്പോൾ, നോമ്പുറക്കുമ്പോൾ നല്ല ഫ്രൂട്ടുകളൊക്കെ കഴിക്കുമ്പോൾ അവ പാവപ്പെട്ടവന്റെ വീട്ടിലും നല്ല ഭക്ഷണം കഴിക്കട്ടെ, സന്തോഷിക്കട്ടെ. ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരും. അത് മതി നമുക്ക് വലിയ നേട്ടം ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിർത്തുകയാണ്. മകന്റെ പരീക്ഷയിൽ വിജയിക്കാനും നല്ലൊരു സ്ഥാനത്ത്